തമിഴ്നാട്ടിൽ ഒരു അയിത്തമതിൽ കൂടി ഇടിച്ചു നിർത്തിയിരിക്കുന്നു. തിരുപ്പൂർ ജില്ലയിലെ അവിനാശിയിലാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ തൊട്ടുകൂടായ്മയ്ക്ക് വിധേയരാക്കി ഈ പ്രദേശത്ത് നിർമ്മിച്ച അയിത്തമതിൽ ജില്ലാ ഭരണകൂടം തന്നെ ഇടിച്ചു നിർത്തിയത്. സേവൂരിലെ നിരവധി പട്ടികജാതി കുടുംബങ്ങളുടെ വഴിയടച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് സവർണ വിഭാഗം ഇവിടെ ഇങ്ങനെയൊരു മതിൽ കെട്ടിപ്പൊക്കിയത്. വിനയ് ഉണ്ണിയുണ്ട് വിവരങ്ങളുമായി. വിനയ്, ഇപ്പോഴും ഇതുണ്ടോന്ന്? ഇപ്പൊ ഈ DMK സർക്കാരൊക്കെ വന്നിട്ട് തന്നെ ഇത്രയേറെയായി, ഇപ്പോഴും ഈ ജാതി മതിലുകൾ ഇത്രയേറെ ഇങ്ങനെ കിടക്കുകയാണോ? ഇനിയും പൊളിക്കാനുണ്ടോ? ഇതിനൊരു അവസാനമില്ല ദിവ്യേഷ്. കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് 2-3 തവണ ഇത്തരത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തു ജാതിമതിൽ പൊളിച്ച് മാറ്റിയ സംഭവം. ഇപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് മറ്റൊരു ജാതിമതിൽ പൊളിച്ചു മാറ്റപ്പെട്ടത്. ഇനിയും എത്രയോ ജാതിമതിലുകൾ പൊളിച്ചു മാറ്റപ്പെടേണ്ടതുണ്ട്. ഇത് ഈ സംഭവം നടക്കുന്നത് തിരുപ്പൂർ അവിനാശിക്ക് സമീപം സേവൂർ ഗ്രാമത്തിലാണ്. ഇവിടെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 100ഓളം ദളിത് കുടുംബങ്ങളിൽപ്പെട്ടവരുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇവരുടെ വഴി അടച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾ അവിടെ വന്ന് ഒരു മതിൽ നിർമ്മിക്കുകയാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ നീളത്തിലാണ് മതിൽ നിർമ്മിക്കുന്നത്. അതിന് കാരണം പറയുന്നത് തന്റെ ഭൂമി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഈ മതിൽ നിർമ്മിച്ചതെന്നാണ്. 1 കിലോമീറ്ററോളം നീണ്ട ഈ മതിൽ നിർമ്മിച്ചുകൊണ്ട് ഏതാണ്ട് 2 കിലോമീറ്ററോളം ചുറ്റി പോകേണ്ട അവസ്ഥയാണ് അവിടുത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു. തുടർന്ന് കനിമൊഴി MP-യുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടതോടുകൂടിയാണ് ഇതിലൊരു പരിഹാരം കണ്ടത്. അവർ ജില്ലാ ഭരണകൂടത്തോട് ഇടപെടാൻ പറഞ്ഞു. തുടർന്ന് ജില്ലാ ഭരണകൂടം എത്തി ബുൾഡോസർ ഉപയോഗിച്ച് ഈ മതിലിന്റെ ഒരു വശം, അതായത് വഴി നിന്നിരുന്ന വശം ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ സ്വതന്ത്രമായി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ വഴിയിലൂടെ നടക്കാം. പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മനുഷ്യൻ നിർമ്മിച്ച, കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മതിൽ മാത്രമാണ് ഇടിഞ്ഞു വീണത്. പക്ഷെ മനസ്സിനകത്തുള്ള ജാതിയുടെ മതിലോ മതത്തിന്റെ മതിലൊന്നും ഇപ്പോഴും അവിടെ ഇടിഞ്ഞിട്ടില്ല. അത് എന്ന് ഇടിയുമെന്നും നമുക്കും പറയാൻ പറ്റില്ല. എന്തായാലും പ്രത്യക്ഷത്തിലെങ്കിലും ആ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ അവിടെ ലഭിച്ചിരിക്കുകയാണ് ദിവിഷ്. ശരി, അപ്പോൾ ഈ അടുത്ത് പോലും അങ്ങനെ ഒരു മതിൽ കെട്ടിപ്പൊക്കണമെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ എത്രത്തോളമാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശരി.